പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പക്ഷേ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ക്രൂരകൃത്യം ആയിരുന്നു ചെന്താമര നടത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് 3 കൊലപാതകങ്ങൾ ആണ് ഈ കോടതി വിധി പ്രഖ്യാപിക്കാൻ പോകുന്ന ചെന്താമര നടത്തിയിട്ടുള്ളത്. അതിലാദ്യത്തെ കൊലപാതകം സജിതയുടേതായിരുന്നു. ആ കൊലപാതകത്തിന് ശേഷം ആണ് ഇപ്പോൾ കോടതി വിധി പ്രഖ്യാപിക്കാൻ പോകുന്ന ഇരട്ട കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. ഈ ചെന്താമര എന്ന വ്യക്തി എത്രത്തോളം ക്രിമിനൽ ആണ് എന്ന് വ്യക്തമാകുന്നതിന് ഇരട്ട കൊലപാതകം നടത്തിയതിന് ശേഷം ചെന്താമര ഒളിവിൽ പോയിരുന്നു. ഒളിവിൽ പോയ ശേഷം നാട്ടുകാരും പോലീസും ഒക്കെ ഏതാണ്ട് 36 മണിക്കൂർ നടത്തിയ തെരച്ചിലിന് ഒടുവിലാണ് ചെന്താമരയെ പിടികൂടിയത്. പിടികൂടിയ ശേഷം ചെന്താമര ആദ്യം പോലീസിനോട് പറഞ്ഞത് തനിക്ക് വിശക്കുന്നു എന്നാണ്. ചിക്കൻ കൂട്ടി തനിക്ക് ഭക്ഷണം കഴിക്കണം എന്നതായിരുന്നു. കുറ്റകൃത്യം നടത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്താപം ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ കേസിൻ്റെ നാൾവഴിയിലേക്കാണ് ഇനി പോകുന്നത്. ആദ്യം നമ്മൾ ചെന്താമര കുറ്റക്കാരൻ എന്നും കോടതി ജീവപര്യന്തം തടവിനും ശിക്ഷ വിധിച്ച ആദ്യത്തെ കൊലപാതകത്തിലേക്കാണ് പോകുന്നത്. അതായത് ചെന്താമര ഒരു അന്ധവിശ്വാസിയാണ് എന്നുകൂടിയാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചെന്താമരയുടെ ഭാര്യ ചെന്താമരയിൽ നിന്ന് അകന്നു കഴിയുകയാണ്. അതിന് കാരണം ആയിട്ടുള്ളത് അയൽവാസിയായ സജിതയുടെ കുടുംബം ആണ് എന്നതാണ് ചെന്താമര കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഈ അയൽവാസികൾക്ക് നേരെ ഭീഷണി മുഴക്കിയിരുന്നു ചെന്താമര എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ തന്നെ ഈ അയൽവാസിയായിട്ടുള്ള സജിത, ആ കുടുംബത്തെയാണ് ഇല്ലാതാക്കാൻ ചെന്താമര ശ്രമിച്ചത്. സജിതയാണ് ഈ ഭാര്യ അകന്നു നിൽക്കാൻ കാരണം എന്ന് ചെന്താമര അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ ചെന്താമര അന്ധവിശ്വാസി ആയതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ കാരണമെന്നൊക്കെ ആ നിലയിൽ ചെന്താമര അന്വേഷിച്ച് അങ്ങനെയും ചിലരിൽ നിന്ന് അയൽവാസികളാണ് അതിന് പിന്നിൽ എന്ന വിവരമൊക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംശയം ബലപ്പെട്ടത് എന്നതായിരുന്നു ആ കേസിൽ എടുത്തു പറയേണ്ടത്. 2019 ഓഗസ്റ്റ് 31 ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതായത് ആ കുടുംബത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, സജിതയുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ചെന്താമര തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി സജിതയെ ആണ് ആദ്യം ചെന്താമര ആക്രമിച്ചത്. അത് 2019 ഓഗസ്റ്റ് 31 എന്നുള്ളതാണ്. അന്ന് ഈ 2019 സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ചെന്താമര ഒളിവിൽ പോവുകയായിരുന്നു ചെയ്തത്. നെല്ലിയാമ്പതിക്കാട്ടിൽ ആണ് ഈ പ്രതി ഒളിവിൽ പോയത്. പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു സജിതയുമായി ബന്ധപ്പെട്ട വിഷയം എന്നതാണ് എടുത്തു പറയേണ്ടത്. 2025 ഒക്ടോബർ 18 വിചാരണകൾക്കൊടുവിൽ ആ കേസിൽ, പ്രിയ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഇത് സജിത കേസിലാണ്. സജിത കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് 2025 ഒക്ടോബർ 18 എന്നാൽ ചെന്താമരയിലെ ഒരു ക്രൂരനായ വ്യക്തിത്വം അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം എപ്പോഴാണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. 2019 ആയിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ 2019 സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ, അന്വേഷണ നടപടികൾ, വിചാരണ നടപടികളൊക്കെ നടക്കുന്നതിനിടെ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങി. നേരത്തെ തന്നെ ഈ ചെന്താമര ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെ ജയിലിൽ നിന്നുള്ള സഹതടവുകാരുടെ പ്രതികരണങ്ങളിലൊക്കെ ഒരു വ്യത്യസ്ത സ്വഭാവം ഉള്ള ആളായിരുന്നു ചെന്താമര. അന്ന് സജിതയെ കൊലപ്പെടുത്തിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധം അദ്ദേഹത്തിനില്ലായിരുന്നു. മറ്റ് സഹതടവുകാരോടൊന്നും തന്നെ ഇടപെടുന്ന രീതി ചെന്താമരയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് റിപ്പോർട്ടിലെല്ലാം പറയുന്നത്. അങ്ങനെയുള്ള ചെന്താമര ഈ 2019 കൃത്യം നിർവഹിച്ചതിന് ശേഷം പിന്നീട് ജാമ്യത്തിലിറങ്ങി. ആ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ആ ജാമ്യ വ്യവസ്ഥകൾ അടക്കം ലംഘിച്ചുകൊണ്ട് ചെന്താമര നെന്മാറയിലേക്ക് എത്തിയത്. അങ്ങനെ സജിതയുടെ കുടുംബത്തിന് വധഭീഷണി മുഴക്കുന്ന സാഹചര്യം അടക്കമുണ്ടായി. ഇപ്പോഴും ഈ ചെന്താമരയുടെ അയൽവാസികൾ പറയുന്നത് ചെന്താമര അയൽവാസികൾക്കൊക്കെ ഭീഷണിയാണ്. പലർക്കും അവിടെ നിന്ന് മാറിപ്പോകേണ്ടതായി വന്നിട്ടുണ്ട് ചെന്താമരയുടെ ഈ പ്രത്യേക സ്വഭാവം മൂലം എന്നുള്ളതാണ്. ഇനി എടുത്തു പറയേണ്ടത് 2025 ജനുവരി 27, അതായത് സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമര മറ്റൊരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 2025 ജനുവരി 27 സജിതയെ എങ്ങനെയാണോ ചെന്താമര കൊലപ്പെടുത്തിയത് അതേപോലെ തന്നെ ആണ് 2 പേരെ, അതായത് ഇരട്ട കൊലപാതകം ചെന്താമര നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അതിൽ തന്നെ സജിതയുടെ ഭർത്താവ് സുധാകരൻ, ഒപ്പം സുധാകരന്റെ അമ്മ ലക്ഷ്മി അമ്മ, ഇവരെയാണ് ഒരേ സമയം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ വീട്ടിൽ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നതാണ്. അതായത് കൃത്യമായി പ്ലാൻ ചെയ്ത് മുൻവൈരാഗ്യത്തോടുകൂടി
കൃത്യമായൊരു സമയം തിരഞ്ഞെടുത്ത് നടത്തിയ കൊലപാതകം എന്നതാണ് ഈ രണ്ടാമത്തെ കൊലപാതകത്തിൻ്റെയും പ്രത്യേകത. 2025 ജനുവരി 28, അതായത് 2025 ജനുവരി 27 കൊല ചെയ്യുന്നു. കൊല ചെയ്ത ശേഷം ചെന്താമര വീണ്ടും തൊട്ടടുത്തുള്ള കാടിലേക്ക്, അവിടെ ഒരു വനപ്രദേശം ആണ് ഉള്ളത്, ആ വനപ്രദേശത്തേക്ക് ഓടിക്കയറി എന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ കണ്ടതാണ്. പിന്നീട് രാത്രി അടക്കം അവിടുത്തെ പ്രദേശവാസികളും പോലീസുമെല്ലാം ചെന്താമരയ്ക്ക് വേണ്ടി ഊർജിതമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ 36 മണിക്കൂറുകൾ, അതായത് ചെന്താമരയുടെ ഒരു പശ്ചാത്തലം, ചെന്താമര ഒളിച്ചിരിക്കാൻ സാധ്യത, ചെന്താമരയുടെ ബന്ധുവീട്ടിലേക്ക് പോകാനുള്ള സാധ്യത, ഇതെല്ലാം പോലീസ് മോണിറ്റർ ചെയ്തിരുന്നു. അതിനുശേഷം തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നൊരു പ്രതീതി പോലീസ് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് വളരെ നാടകീയമായി തന്നെ ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ പിടിയിൽ ചെന്താമര ആയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയാണ് ചെന്താമരയെ പിടികൂടിയത്. പിന്നീട് തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി തന്നെ 2025 മാർച്ച് 3 സാക്ഷികളുടെ രഹസ്യമൊഴി ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെന്താമര പ്രദേശവാസികൾക്കടക്കം ഭീഷണി സൃഷ്ടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് സാക്ഷി പറയാനൊക്കെ പലരും ഭയപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഇനിയും ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒക്കെ പരോൾ ലഭിക്കുകയോ ജാമ്യം ലഭിക്കുകയോ പുറത്തിറങ്ങുകയോ ഒക്കെ ചെയ്താൽ ചെന്താമര മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തുമോ എന്ന ആശങ്ക ഈ സജിതയുടെ കുടുംബത്തിനുണ്ട്, ഒപ്പം അയൽവാസികൾക്കുമുണ്ട് എന്ന ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കേണ്ടതാണ്. മാർച്ച് 25 ഈ പ്രമാദമായ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 480 പേജുകൾ ഉള്ള കുറ്റപത്രം ആണ് സമർപ്പിച്ചത്. അതിൽ തന്നെ 132 സാക്ഷികൾ ആണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2025 മാർച്ച് 25 തന്നെ 30-ലധികം, അതായത് ഈ കുറ്റപത്രത്തോട് ഒപ്പം തന്നെ 30-ലധികം വളരെ പ്രധാനപ്പെട്ട രേഖകൾ നൽകിയ പശ്ചാത്തലമുണ്ട്. ഇവിടെ ഓർക്കേണ്ടത്, ഈ പ്രതി ഒറ്റയ്ക്കാണ് കുറ്റകൃത്യം നിർവഹിച്ചിട്ടുള്ളത്. തെളിവുകൾ ശേഖരിക്കുക, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ട് കോടതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് പരിശോധനാ ഫലം, മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഒക്കെ കോടതിയിൽ പോലീസ് സമർപ്പിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത്. 2026 ഫെബ്രുവരി 23 തന്നെ 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറി എന്നതുകൂടിയാണ്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമടക്കം കേട്ടതാണ്. ഈ കൂറുമാറിയത്, പ്രതികൾ കൂറുമാറിയത് ഉൾപ്പെടെ കേസിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. ഇങ്ങനെയൊരു കേസിൽ ആണ് ഇപ്പോൾ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കേണ്ടത്. ഓർക്കേണ്ടത്, സജിത കൊലപാതകത്തിൽ ഇപ്പോൾ തന്നെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആൾ ആണ് ചെന്താമര. ആ ചെന്താമരയ്ക്കാണ് ഇരട്ട കൊലപാതകത്തിൽ എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത് എന്നത് കേരളം കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.